അഭിലാഷ്, ഞാൻ ചർച്ചയുടെ ഈ ആദ്യഘട്ടം എനിക്ക് വളരെ കുറച്ച് സമയം തന്നുള്ളൂ. ഞാനൊരു അല്പം സമയം കൂടുതലെടുക്കും. താങ്കൾ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്ലാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ പത്രത്തിൽ വായിച്ച കാര്യങ്ങളല്ല ഇവിടെ ഡിസ്കഷൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം ചിരിച്ചു പോയത്, ജയ്ക്ക് തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ പിണറായി വിജയൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി PV സിന്ധു ആണ് എന്ന കാര്യം ജയ്ക്ക് പറയുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയത്. അപ്പോൾ ഞാൻ 4 കാര്യം പറയാൻ ആഗ്രഹിക്കും. ഒന്ന്, അഭിലാഷ് പറഞ്ഞത് ഫ്രോഡ്ലൻ്റ് കമ്പനികളാണ്, അതുകൊണ്ടാണ് പൂട്ടിയെന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ ചർച്ചയ്ക്ക് വെക്കാം, ഒരു 3,82,000 കമ്പനികൾ, ഇത്തരത്തിലുള്ള ഫ്രോഡ് കമ്പനികൾ, ഷെൽ കമ്പനികൾ പൂട്ടിയിട്ടുണ്ട്. അവയ്ക്കെല്ലാത്തിനുമെതിരെ കേസില്ല. ഇത്തരത്തിൽ ഷെൽ കമ്പനികളായിട്ട് പണം തട്ടിപ്പ് നടത്തിയ ഷെൽ കമ്പനികൾക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണവും കേസും കാര്യവും വന്നത് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള കേസുകളുടെ കാര്യങ്ങളാണ്, നമ്പറുകളാണ്, സെക്ഷനുകളാണ് നമ്മളിപ്പോൾ നിരന്തരം ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. രണ്ടാമതായിട്ട്, ശ്രീ ജയ്ക്ക് പറഞ്ഞ ഒരു കാര്യം ശരിയല്ല. ജഡ്ജി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞോ, അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാൻ ജഡ്ജിയോ അല്ലെങ്കിൽ അത്തരത്തിൽ കോടതിയോ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കുന്നത് ഏജൻസികളായ ഇപ്പോൾ ഈ ROCയുടെ ഏജൻസിയും പ്രൈമറി അന്വേഷിക്കുന്നത് ഈ ഏജൻസിയും അവരാണ് ഇത്തരത്തിലുള്ള കൊണ്ടുവരുന്നത്. ഈ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഈ ഡാറ്റ, ഈ തെളിവുകൾ ഇത് കോടതിയിൽ പോകുമ്പോൾ മാത്രമാണ് കോടതിക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് ആ തെറ്റിനെ ഒരു വിധിന്യായത്തിലൂടെ, ഒരു ജഡ്ജ്മെൻറ്റിലൂടെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, വിധി കൽപ്പിക്കാൻ പറ്റുള്ളൂ, ആ ശിക്ഷ നൽകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കോടതി അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഈ എക്സാലോജിക്കും അതിൻ്റെ സംരംഭകയും കുറ്റവിമുക്തരാകുന്നില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ സെക്ഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാട്ടോ. 3, ഈ KSIDCയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ കുറച്ച് കാണിക്കരുത് അഭിലാഷ്. KSIDCക്ക് 14%, 13.65% ഒറ്റ ഷെയർ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഈ CMRLൻ്റെ എക്സ്പെൻസസ് ഫ്രോഡ്ലൻ്റായിട്ടും അത് ഒരുപാട്, ഇപ്പോൾ 95 കോടി എന്നുള്ളതല്ല, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു. അത് എക്സാലോജിക്കിനോടത്തൊക്കെ ചെറിയ എമൗണ്ട്, വലിയ രീതിയിൽ എക്സാജറേറ്റ് കാണിച്ചു എന്നുള്ളത് ഒരു വലിയ കുറ്റമാണ് എങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ 13%, ഇപ്പോൾ ഒരു 100 കോടിയോ 200 കോടിയാണ് എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 14% സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ടതായിരുന്നു. ആ പണം മേടിക്കുവാൻ ഇതുവരെ KSIDC എന്തുകൊണ്ട് ഒരു കത്ത് പോലും അയച്ചില്ല? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസ് ഉണ്ടായപ്പോൾ പോലും എന്തുകൊണ്ട് ഒരു കത്ത് അയച്ചില്ല? അതിനുള്ള ശ്രമം നടത്തിയില്ല. 3, ഇത് ROC KSIDCക്ക് ഒരു കത്തയച്ചപ്പോൾ പോലും മറുപടി പോലും അയച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ ഒരു ചർച്ചയ്ക്ക് വന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മറുപടി അയച്ചത് സ്പീഡ് പോസ്റ്റ് വഴിയാണ്, അപ്പോൾ അക്നോളജ്മെൻ്റ് ഇല്ലേ? അതില്ല. അതെന്താ ട്വീറ്റ് ചെയ്യാത്ത? അതില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു സത്യസന്ധമായി ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഈ കേസിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് കാണിക്കുന്നത് ധാർമ്മികമായി സംസ്ഥാന സർക്കാരിന് ഈ പണമിടപാടിൽ വേണ്ടത്ര തുക കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾക്ക് ഈ കേസിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം മേടിക്കുവാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ധാർമ്മികമായി CPMനും ഈ കേരളത്തിലെ ഭരണകക്ഷിക്കും LDFനും ഈ പണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് KSIDCയെക്കുറിച്ച് ചെയ്യാത്തത്, അല്ലെങ്കിൽ KSIDCക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാവണം. 2, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന CMRL ഒരു ചെറിയ മീനാണ്. CMRLും ഈ പറഞ്ഞ എക്സാലോജിക്കിൻ്റെ 1.75 കോടിയും വളരെ ചെറിയ കേസായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനിയിപ്പോൾ CMRLന് മേടിച്ച 1.75 കോടി രൂപയുടെ ഈ പറയുന്ന കേസുകളൊക്കെ എടുത്താലും ഇത് പലതും മാക്സിമം പോയാൽ 1 ലക്ഷം തൊട്ട്, ഓരോ ക്രിമിനൽ കേസിനും 1 ലക്ഷം തൊട്ടിട്ട് 7 കേസുകളൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ 7 ലക്ഷം വിധിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പെനാൽറ്റി വേറെ വിധിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഈ പറയുന്ന സംരംഭകയ്ക്കോ അല്ലങ്ങർക്കോ അവർക്ക് നോൺ ബെയിലബിൾ അല്ല. പുരുഷനാണെങ്കിൽ നോൺ ബെയിലബിൾ ആണ്, സ്ത്രീ ആണെങ്കിൽ ബെയിലബിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബെയിൽ കിട്ടാം. പക്ഷേ അവിടെ അതല്ല പ്രശ്നം. ഏജൻസിക്ക് ഈ പറഞ്ഞ സെക്ഷൻ നമ്പർ 16 ഒക്കെ പ്രകാരം gives an authority to enter any place if they have a reason to believe that among the laundering offense has been committed. വീണ വിജയൻ്റെ അഡ്രസ്സ് ഏതാണെന്ന് നമുക്കറിയാമല്ലോ. കൊടുത്തേക്കുന്ന അഡ്രസ്സിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള മണി ലോണ്ടറിങ് നടന്നുവെന്ന് സംശയമുണ്ടായാൽ സംസ്ഥാനത്തെ ഒരു ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ED കയറി വന്നാൽ ധാർമ്മികമായി CPM എന്ത് പറയും? അന്ന് CPMന് എന്ത് പറയാൻ സാധിക്കും? കാരണം ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഒഫൻസ് ഹാപ്പനിങ്, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൃത്യമായി EDക്ക് ചെല്ലാൻ പറ്റും. സെക്ഷൻ നമ്പർ 16 ഇതെല്ലാം ഇതിനകത്ത് പെടുകയില്ല. ഈ 447 മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം വേണം, അല്ലെങ്കിൽ PMLA ശുപാർശ ചെയ്തിരിക്കുന്നല്ലോ. ഒരു കാര്യം കൂടി, ED ഇടപെടുമായിരിക്കും, ഈ പറഞ്ഞതുപോലെ ED പോകുമായിരിക്കും. ശരി, ഓക്കെ, അതിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ CMRL ഈ 1,72,00,000 മാത്രമല്ല ചെലവാക്കിയിരിക്കുന്നത്.
CMR നിന്ന് പൈസ വാങ്ങാത്തവരാരൊക്കെ, പൈസ വാങ്ങിയവരാരൊക്കെ എന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിയണമല്ലോ. ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഏതൊക്കെ സ്ഥാപനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഏതൊക്കെ വ്യക്തികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഈ തരത്തിലുള്ള ഏർപ്പാടാണ് എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് CMRLന്റെ ഈ തരത്തിലുള്ള കൈയച്ചുള്ള പണം കൊടുപ്പിനെ കുറിച്ച് ഒരു ചർച്ച നടത്താത്തത്, അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്താത്തത് എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം. എന്തായാലും വീണയുടെ കാര്യം ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരുപക്ഷെ CBI തന്നെയും പരിശോധിക്കുമെന്ന് വിശ്വസിക്കാം. ബാക്കിയുള്ളതോ? I'll explain that. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വാദമുഖം ഞാനൊന്ന് അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു തീർക്കാം. അഭിലാഷേ, ഇത്തരത്തിലുള്ള CMRLലെ ഇത്തരത്തിലുള്ള ഒരു ഇവിടുത്തെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുകയും ചാനലുകാർക്ക്, പത്രക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഒരു സംശയവുമില്ല. എല്ലാവർക്കും അത് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് പരസ്യമായിട്ടായിരിക്കും കൊടുക്കുക. ബില്ല് റൈസ് ചെയ്യും, അത് അവസാനം ആ കണക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് അവർ കിട്ടിയെന്ന് അംഗീകരിക്കുന്നു. അവരെ അത്തരത്തിലുള്ള ഒരു കരിമണലിന് വേണ്ടി ഇപ്പൊ പത്രം ഞാൻ പറയാണ് മേലമെങ്കിൽ, കാരണം ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒക്കെ ധാരാളമുള്ള കാലഘട്ടമാണല്ലോ. നല്ല നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, നല്ല നല്ല IAS കാരുണ്ട്. അവർ ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ്. അത് ഉണ്ടാക്കും, ഒരു സംശയവുമില്ല. അത് കുറച്ചാൾ കോടതിയിൽ പോയേക്കാം, മാക്സിമം പെനാൽറ്റി അടിച്ചേക്കാം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരോ അവർ KPCCയുടെയും അതല്ലെങ്കിൽ CPMന്റെ ഒക്കെ ഒരു റെസീറ്റും കൊടുത്തിട്ട് അത് പാർട്ടിക്കാണ് കിട്ടിയത്. ഇനിയിപ്പോൾ അത് അടിച്ചാൽ തന്നെ ഒരു പെനാൽറ്റി അടിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറയുന്നത് അതല്ല അഭിലാഷേ, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം അതല്ല. ഇത് CMRL ഒരു ചെറിയ മീനാണെന്ന് പറയാൻ ഞാൻ കാരണം ഇതൊരു കേസിൻ്റെ തുടക്കമാണ്. ഈ കേസ്, ഈ ക്രൈം തന്നെ, ഈ കേസിന് ഉദാഹരണമായ ക്രൈം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ബുദ്ധിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ LDF നേതാക്കൾക്കൊന്നും ഇത്രയേറെ ക്രൈം, ഇങ്ങനെയേറെ ഒരു PMLA കേസിൽ പെടാണ്ട് ഇത്ര വരെ നടത്താനുള്ള ബുദ്ധിയൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജയിക്കിനൊക്കെ ഉണ്ടായേക്കാം, പുതിയ തലമുറയ്ക്ക് ഉണ്ടായേക്കാം. പഴയ തലമുറയിലെ CPM നേതാക്കൾക്കൊന്നും ഇത്തരത്തിൽ ക്രൈം ഡിസൈൻ ചെയ്യാനുള്ള ഒരു ബുദ്ധി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കാൻ, എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. രണ്ട്, അപ്പം കേസ് അന്വേഷണവും അത്തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങും ഒരു സിസ്റ്റം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ പോകേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് CMRLന്റെ കേസ് കിട്ടി എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന എക്സ്ട്രാലോജിക്കിൻ്റെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിദേശ കറൻസി ധാരാളം വന്നിട്ടുണ്ട് എന്നാണെങ്കിലോ, വിദേശ കറൻസി ധാരാളം വന്നിട്ടുണ്ടെന്നാണെങ്കിൽ കേസ് മാറില്ലേ? മറ്റു ചിലരെങ്കിലും ഇതിന്റെ പണം വന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവർ പണം ഞങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് PMLA ആക്ടിൽ 50-60 കോടിയൊക്കെ എന്താവും? അപ്പൊ CMRL അല്ല, CMRL ഒരു വഴിയാണ്. ശരി, അല്ല ലോജിക്കിലേക്ക് എത്താനാണെങ്കിൽ അതൊക്കെ കേന്ദ്ര ഞാൻ പറയുന്നത് അത് അഭിലാഷ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പൊ ഇത് ഒരു പണ്ടാര ബോക്സ് തുറന്നിരിക്കുകയാണ്. തുറന്ന ഒരു വഴി ഇടിയേക്കും കിട്ടിയിരിക്കുകയാണ്. ആ വഴി കിട്ടുമ്പോൾ അന്വേഷണം പോകുന്നത് അത് ഈ ഒരു സംരംഭകയുടെ വീടെന്ന് പറയുന്നത് ഇപ്പോൾ ഓഫീസ് പൂട്ടുകയും ചെയ്തു. അന്വേഷണം നടക്കാൻ പോകുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു വീട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇതിൽ ഈ സ്പ്രിംഗിളിന്റെ അടക്കമുള്ള വലിയ തട്ടിപ്പ് ഈ ഭാഗമായിട്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്